നമ ശിവായ. അത് ചെയ്ത് കാണണം. പിന്നീട് ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരെ പലരും ഉള്ളൊരു പ്രശ്നം വെച്ചാൽ അവരുടെ പ്രോബ്ലം മാറി കഴിയുമ്പോഴത്തേക്ക് ഇത് ചെയ്യില്ല. ഞങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് ആത്മാക്കളായിട്ടൊരു പറയും ഒരു 6 മാസത്തിനുള്ളിൽ മാറ്റി തരും. പക്ഷെ അതങ്ങനെയാണ്. ഈ മരിച്ച വീടുകളിൽ നോക്കിയിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ നമ്മൾ ആ 16 ദിവസം അടച്ചു പൂട്ടിയിരുന്ന് വീട്ടിലിരുന്ന് കർമ്മങ്ങൾ ചെയ്ത് എന്നും രാവിലെ ഉണ്ട് ഹിന്ദുക്കളുടെ കാര്യം പറയുന്നത്, കർമ്മങ്ങൾ ചെയ്ത് എല്ലാമായിട്ടും നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് പിള്ളേർ 2 ഉണ്ടാവും, 2 ഗൾഫിലായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ലീവ് ഉണ്ടാവുള്ളൂ. ഏഴാം ദിവസം 6ആം ദിവസം പരിപാടി അവസാനിപ്പിച്ച് 7ആം ദിവസം അല്ലെങ്കിൽ 8ആം ദിവസം ഇവർ കയറി പോകും. അടിയന്തരം 16 എന്നുള്ള പരിപാടി ഇല്ല. അപ്പോൾ അതൊക്കെ അവർ ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. ഒരു കുന്തോ കൊടുത്തിട്ടുണ്ടാവില്ല. ഈ ആത്മാവിന് ഒരിക്കലും മോക്ഷം കിട്ടാനും പോകുന്നില്ല. അത് ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് തന്നെ പറ്റുള്ളൂ. കാരണം ഒരു കർമ്മം ചെയ്യില്ല. ഈ 16 ദിവസം കർമ്മം അത് വിധിച്ചിട്ടുള്ളതാണ്, നമ്മുടെ പുരാണങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ആ കർമ്മം നിങ്ങൾ ചെയ്തേ പറ്റൂ മക്കള്, അല്ലെങ്കിൽ അതിന് പോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് വിശ്വാസമില്ല, നമ്മൾ ചെയ്യില്ല. മുമ്പ് ഞങ്ങൾ ഒരു കൗതുകത്തിന് കണ്ണൂരൊക്കെ ഉള്ള 1-2 ആൾക്കാരുടെ ഇത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു 400-ന് പുറത്താണ് ആത്മാക്കൾ വീടുകളിൽ, എല്ലാ വീട്ടിലുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും ആത്മാക്കള് എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റിനുണ്ട്. മോശം കിട്ടാതെ നിൽക്കുന്നവരുടെ കാര്യം പറഞ്ഞതാണ്. മോശം കിട്ടാത്തവരാണല്ലോ പോവാത്തത്, അതാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം ഈ നമ്മൾ ക്വാണ്ടം സയൻസ് പറഞ്ഞ പോലെ, ഫിസിക്സ് പറഞ്ഞ പോലെ തന്നെ ഈ ഊർജം, ആ ഊർജത്തിൻ്റെ ലെവലുകൾ മാറി മാറി പോകുന്നു. ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്താണ്? നമ്മൾ പറയുന്ന ശുദ്ധബോധം അഥവാ മോക്ഷം അല്ലേ? അവസാനം നമ്മൾ എത്തുന്നതായിരിക്കും തന്നെയല്ലേ ശുദ്ധബോധത്തിലേക്കാണ് എത്തുന്നത്. അതാണ് നമ്മൾ പറയുന്ന മോക്ഷം. നമ്മുടെ പുരാണങ്ങൾ പറയുന്നതും അതാണ് മോക്ഷം. ആ മോക്ഷത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് വേണ്ടത് ചെയ്ത് കൊടുത്തേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും. പക്ഷെ നമ്മുടെ അടുത്ത തലമുറ നമ്മളെയും ഇഗ്നോർ ചെയ്യും. കർമ്മ, ആ കർമ്മ നിങ്ങളുടെ പുറകിലുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ ഇല്ലാന്ന് പറഞ്ഞു നടന്നാലും ആ സാധനം നിങ്ങളെ പിന്തുടരും. അതുപോലെ സെഷൻസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ആത്മാവ് മുമ്പ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് മരിച്ചു പോയിട്ട് അതിന്റെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ഇപ്പോഴും പുനർജനിച്ചതാണ്, അങ്ങനെയുള്ള റിലേഷൻ നടത്തിയിട്ടുണ്ടോ? റീബർത്ത് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഈ സാറ് പറഞ്ഞ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടില്ല. സാധാരണയായിട്ട് ഒരു ആത്മാവ് ഇങ്ങനെ പോകാൻ നിൽക്കുന്നതിന്റെ 2 കാരണങ്ങൾ പറയുന്നത്, ഒന്ന് പിന്നെ ഹൈ ഇന്റൻസിറ്റിയിലുള്ള സ്നേഹവും അങ്ങേറ്റുള്ള റിവഞ്ച് കൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ഹൈ ഇന്റൻസിറ്റി പ്രേമം, സ്നേഹം എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണെങ്കിൽ ഒരു കാമുകനായിരുന്ന 2 വ്യക്തികൾ, അത് ഈ ആണ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അവൻ്റെ ആത്മാവ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അത് വന്നിട്ട് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവന് ഇന്നത് വേണം, എന്നാലേ അവൻ പോവുള്ളൂ. അങ്ങനെ അവനെ ഞാൻ ഒഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇവരിപ്പോൾ അവൻ പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും അംഗീകരിച്ചുകൊണ്ട് എല്ലാം അതുപോലെ ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പൂജയും മന്ത്രങ്ങളടക്കം ചെയ്തിട്ടുണ്ട്. അവൻ്റെ ആത്മാവിനെ ഒഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്തൊരു ജന്മം കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹം കൊണ്ട് ജനിച്ചിട്ടുള്ളവര് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എൻ്റെ മുമ്പിൽ ആരും വന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് കോവിഡ് കാലത്ത് ഇതുപോലെ ആളുകൾ പരിചരിക്കാൻ പോകുന്ന ഒരാളിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആ ജോലിയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിലൊക്കെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം വളരെ വളരെ ഇതായിട്ടൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ഒരു മരണമാണ്. പറ്റുമെങ്കിൽ ആ ഓഡിയോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് എൻ്റെ കൂട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇതുപോലെ മരണപ്പെട്ട സമയത്ത് അവൾ പറഞ്ഞു, എനിക്കിങ്ങനെ അവളുടെ ലാസ്റ്റ് ഇതായിട്ട് പറഞ്ഞത്, എനിക്കിങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിനക്ക് വേറെ ജോലിയൊന്നുമില്ല, അയാൾ വേറെ കല്യാണം കഴിക്കും, അല്ല ഇപ്പോഴത്തെ അതൊന്നും അത്ര ശാശ്വതമൊന്നുമല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ അല്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി മരിച്ചുവല്ലോ എന്ന് ഇയാൾ അറിയുന്നില്ല. മരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നോർമലി വീട്ടിൽ കയറ്റില്ല, കാരണം ഈ കോവിഡിൻ്റെ കാലമാണല്ലോ. പക്ഷെ ഇയാൾ എന്നാ വീട്ടിൽ ഉറങ്ങാൻ സമയത്ത് പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ പെൺകുട്ടി വന്നിരിക്കുകയാണ്. അയാൾ കണ്ട അതേ വേഷത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് അതൊരു തോന്നലേ അല്ല, എന്നിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് തോന്നുന്നത് ഒരു ഹാലൂസിനേഷൻ, പക്ഷെ അല്ല. അയാൾ പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മറ്റേ ആള് ഞാൻ മരിച്ച അത് അറിഞ്ഞത് കൊണ്ട് ആ ആൾ സൂയിസൈഡ് ചെയ്തു. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് വന്ന് പറഞ്ഞതായിട്ടൊരു നറേഷൻ പറയുന്നു. എനിക്ക് അങ്ങനത്തെ അനുഭവമില്ല. ആത്മാക്കൾ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുള്ളതൊക്കെ എനിക്കറിയാം. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ പല കാര്യങ്ങളും എന്നെ ഞോണ്ടി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. അതെ, ഇത് വളരെ വളരെ ഇതായിട്ടുള്ളൊരു സംഗതിയാണ്. പുള്ളി എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പുള്ളിക്ക് ഇതിലൊന്നും വിശ്വാസം പോലും ഇല്ലാത്ത അതാണ് നമുക്ക് ഈ കിട്ടുന്ന സ്പെസിമൻ ഇങ്ങനെയുള്ളതാവുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു ജെന്യുവൻ ആയിട്ട് തോന്നുന്നത്. കാരണം അങ്ങനെ ഭാഷ അവരുടെ വായിന്ന് വരില്ല എന്ന് നമുക്കറിയാം. കാരണം അവര് ഇപ്പോൾ ഞങ്ങൾ വിളിച്ച ആളെന്ന് ലോക്കലായിട്ടുള്ളൊരു മനുഷ്യനാണ്, അയാളുടെ വായിന്നൊന്നും ഇങ്ങനത്തെ ലാംഗ്വേജ് വരില്ല. പിന്നെ അതിലെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കൊണ്ടുപോയി മാസ്റ്റേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ വ്യക്തി നമ്മുടെ മുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അയാളെ കാത്തൊരു നല്ല വാർത്ത കാത്തിരിപ്പുണ്ടാവും. അത് എത്ര പ്രാവശ്യം നമ്മൾ ഇയാളെ കൊണ്ടുപോയാലും അത്രയും പ്രാവശ്യം അയാൾക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഈ വ്യക്തി എപ്പോൾ വിളിക്കുമ്പോഴും ഒരേ മാസ്റ്ററാണ് വരുന്നത്. ഞങ്ങളൊരു 3-4 പ്രാവശ്യം അയാളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേരൊന്നുമില്ല, മാസ്റ്റേഴ്സിന് പേരോ രൂപമൊന്നുമില്ല, എനർജിയാണ്. അവർ സംസാരിക്കുന്നതും എനർജിയിലാണ്. ആ എനർജിയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവരാണ് ഭാഷയിൽ നമ്മളോട് പറയുന്നത്. ഒരേ ആൾ തന്നെയാണ് ഇവരുടെ മുമ്പിൽ വരുന്നത്. അപ്പം നമ്മൾ ചോദിച്ചു, അവരോട് മാസ്റ്റേഴ്സിനോട് ചോദിച്ചു, ഇനിയും ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. വരാം. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുന്നുണ്ട് അവർ. സോ ദാറ്റ് മീൻസ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ചില മാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ എനിക്ക് പല അനുഭവങ്ങളുണ്ട്. മാസ്റ്റർ വന്നു, ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അവരേലും ഉണ്ടാവില്ല. അവരൊന്നും മിണ്ടാതെ പോകും. വേറെ ആൾ വരും, നമുക്ക് ഉത്തരം തരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് പാപം, എന്താണ് പുണ്യം? ആത്മാക്കളോട് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, എന്ത് പാപം എന്ത് പുണ്യം? അത് ആദ്യത്തെ ആൾ പറഞ്ഞില്ല, അദ്ദേഹം അങ്ങ് പോയി. വേറെ ആൾ വന്നു, അപ്പം തന്നെ അടുത്ത ആൾ വന്നു. എന്താണ് പാപം, എന്താണ് പുണ്യം? ഞാൻ റിപ്പീറ്റ് ചെയ്തു, എന്ത് പാപം എന്ത് പുണ്യം? നല്ലത് ചെയ്ത പുണ്യം, മോശം ചെയ്ത പാവം. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്താൽ അത് പാവം, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താൽ പുണ്യം. സ്വർഗം നരകവും അങ്ങനെ സംഭവമില്ല. കേൾക്കുന്നവരെന്നെ ചീത്ത വിളിക്കരുത്, ഇതൊക്കെ ആത്മാക്കളുമായിട്ടുള്ള ഇതിൽ സംവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്വർഗവും ഇല്ല നരകവും ഇല്ല, അതൊക്കെ ഇവിടെ തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ, എല്ലാം നിൻ്റെ ഉള്ളിൽ. നീയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അമ്പലത്തിൽ ദൈവമുണ്ടോ? എന്തിനാ അമ്പലത്തിൽ പോകണം ചോദിച്ചു. അമ്പലത്തിൽ പോകുന്ന നിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദൈവത്തിന് നീ അവിടെ പോയി കാണുന്നു, അത്രേ ഉള്ളൂ. നീ തന്നെയാണ് ദൈവം, നിൻ്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. ഇത് എന്താ പറയുക, ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞ തത്വങ്ങളാണ് ഇവർ പറഞ്ഞു തരുന്നത് നമുക്ക്. വീണ്ടും പറഞ്ഞു എന്ന് വെച്ചാൽ അവരത് അന്നേ സംസാരിച്ച് അവർക്ക് അറിയാമായിരുന്നു. അതാണ് ഇന്ന് ഇവർ പറയുന്നത് നമ്മളോട്. കംപ്ലീറ്റ് ഇതേപോലത്തെ കാര്യങ്ങൾ ചോദിച്ച് ഇതിനിടയിലൊക്കെ മാസ്റ്റേഴ്സ് മാറുന്നുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ പോവും, അപ്പോഴേക്കും അടുത്ത ആൾ വരും, അവർ പറഞ്ഞു തരും നമുക്ക്. അപ്പം മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റൻ്റ് അല്ല, അതും വേരിയബിളാണ്, മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരും. എന്നാൽ അതേ സമയത്ത് ഞാൻ വേറൊരാളെ കൊണ്ടുപോയപ്പോൾ അയാൾ ചോദിച്ച ചോദ്യം, ഞാൻ എന്തിനാണ് ജനിച്ചതെന്ന്. ആ ചോദിച്ചത് ഓർമ്മയുള്ളൂ, മാസ്റ്റേഴ്സ് പോയി പിന്നെ വന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വൃത്തിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്. അവർ പോവും, അവർ ഉത്തരം തരില്ല. അതെനിക്ക് ഇതിൽ പരിചയമാണ്, എനിക്ക് ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ചോദിച്ച ചോദ്യത, ഞാൻ എന്തിനാണ് ജനിച്ചത്, എൻ്റെ ജന്മലക്ഷ്യം എന്താണ്. അവർ പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു അക്ഷരം പോലും അവർ പറഞ്ഞു തരില്ല. എന്നാൽ നിങ്ങളുടെ പാസ്റ്റ് പറഞ്ഞു തരും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പല കേസുകളിലും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ദുരിതങ്ങൾ വരുന്നത്? അപ്പോൾ മുൻജന്മത്തിലെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, കർമ്മയാണെങ്കിൽ അവർ പറയും, പറഞ്ഞു തന്നിട്ടുണ്ട്, നിൻ്റെ ഇന്ന കർമ്മഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്, ഇതിനെന്താണ് ഇന്നൊരു പോകാൻ വഴി ചോദിക്കുമ്പോൾ അവർ വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, ഇന്ന വഴിക്ക് പൊക്കോ നന്നാവും, അതല്ല അനുഭവിച്ചതിന് തീർക്കും. അങ്ങനെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാടുണ്ട് അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അവരോട് പറയുമ്പോൾ അത് ശരിയാണ്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ചിലർ ചോദിക്കും, നമ്മളായിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇത്രയും കഷ്ടപ്പാടും ദുരിതമൊക്കെ, ഇതൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ജീവിതം കൊടുത്തൂടെ? അവൻ അനുഭവിക്കുന്ന നോർമൽ ലൈഫാണ്, അവൻ്റെ വിധിയിലുള്ള നോർമൽ ലൈഫാണ്. അതിലെ ഒരു കാര്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ്. അവരായിട്ട് നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല, നിങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ അച്ഛൻ അമ്മ, നിങ്ങളുടെ കൂടെപ്പിറപ്പുകൾ, നിങ്ങളുടെ കൂടെയുള്ളവർ, നിങ്ങളുടെ ഭാര്യ മക്കൾ എല്ലാം നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനൊന്നുമില്ല. നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചോ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ, എന്തുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്ക് ഇങ്ങനെയായി, എന്തുകൊണ്ട് എനിക്ക് വേറെ ഭാര്യ കിട്ടിയില്ല? വേറെ ഭാര്യ നിന്റെ മോഹം മാത്രമാ, മനസ്സിലായോ? നീ തെരഞ്ഞെടുത്തത് ഈ ഭാര്യയാണ്, അതുകൊണ്ട് ജീവിച്ചോ.
നാടകത്തിലെ രംഗങ്ങൾ പോലെ അല്ലേ? അത് ബ്രയാൻ വേസ്റ്റ് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കുന്നതാണ്, അതിനനുസരിച്ചാണ് നടക്കുന്നതല്ല. നമ്മളെ ഉപനിഷത്തുകളിലും പറയുന്നുണ്ട് ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ മനോനിർമ്മിതികളാണ്. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഇതെന്താണ്? എൻ്റെ ചിന്തയാണ് അല്ലേ? ശരിക്കും ഞാൻ ചിന്തിച്ചെന്ന് കഴിഞ്ഞാൽ ഞാനില്ല. കാരണം നമ്മൾ ഈ അകത്തേക്ക് പോകുന്തോറും നമുക്ക് മനസ്സിലാവും ഞാൻ എന്നുള്ള വ്യക്തി ഇല്ല ഇവിടെ. എന്നെനിക്ക് പുറമേ എല്ലാത്തിനെയും കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉള്ളു തുറക്കാൻ പറ്റുന്നു, അപ്പോഴേ ഞാനുണ്ടാവുന്നുള്ളൂ. കാരണം അതിലൊന്നാണ് ഞാനും. അതാണ് ആത്മാവ്. ഈ മാസ്റ്റേഴ്സ് എന്നോട് ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രപഞ്ചത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങൾ വെറും കുട്ടികളാണ്. ആ ക്ലീനായിട്ട് പറഞ്ഞു. മനുഷ്യന് പ്രപഞ്ചത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. അറിയുമെന്നുള്ളത് നിങ്ങളുടെ അഹങ്കാരം മാത്രമാണ്, ഒന്നും അറിയില്ല. നമ്മൾ നോക്കൂ, ഇടിമിന്നൽ വരുന്നു. ഇടിമിന്നൽ നമ്മൾ പറയും മറ്റേ സാധനം കൂട്ടിമുട്ടി ഇലക്ട്രിക്കൽ ഇതുണ്ടായി, അങ്ങനെയാണ് ഇടിമിന്നൽ വന്നതെന്നൊക്കെ നമുക്ക് പറയാം. സയൻറ്റിഫിക്കലി വി ക്യാൻ എക്സ്പ്ലെയിൻ. പക്ഷേ ഇതിനകത്ത് ഒരു റീസൺ വേണ്ടേ? എന്തുകൊണ്ടൊരു പർട്ടിക്കുലർ പേഴ്സൺ മാത്രം പോയി അടിക്കുന്നു? 10 ആൾ നിന്നാലും അതിനിടയിൽ ഒരാളെ മാത്രം അടിക്കും. ഒരു കൂട്ടം കവുങ്ങ് നിൽക്കും, ആ കൂട്ടത്തിൽ ഒരൊറ്റ കവുങ്ങിനെ മാത്രം അടിച്ചിട്ട് പോകും ഇല്ലേ? ഇപ്പം ഞാൻ ഇത് നടത്തുമ്പോൾ ഇതുപോലെ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന MBBS പോകാനായിട്ട് കോച്ചിങ്ങിന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് വന്നു എൻ്റെ അടുത്ത്. ഇവനെ ഞാൻ ബാക്കിലേക്ക് കൊണ്ടുപോയി കാരണം ഇവന് പഠിക്കാൻ തീരെ താല്പര്യമില്ല. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ഇവനെ പഠിപ്പിച്ചേ പറ്റും. ഇവൻ പറയുന്നത് എനിക്ക് എൻജിനീയറിങ് മതി. അപ്പോൾ ഇവനും അമ്മൂമ്മയ്ക്കും ഇവൻ ഡോക്ടറായേ പറ്റും. അപ്പം ഞാൻ അവരോട് പലവട്ടം പറഞ്ഞു, അവൻ്റെ ഇഷ്ടത്തിന് വിടുകയല്ലേ നല്ലത്. അവന് വിവരമുണ്ട്, അവന് ബോധമുണ്ട്, ബുദ്ധിയുണ്ട്, അവൻ പഠിച്ച് പാസ്സാവും എന്നൊക്കെ പറഞ്ഞു. ഇവനെ കൊണ്ടുപോയി ഇതുപോലെ പിന്നാക്കം കൊണ്ടുപോയി ഇവൻ്റെ ഓരോരോ ജന്മം എടുത്തപ്പോൾ ഇവൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ മരം വെട്ടിയായിരുന്നു. കാട്ടിൽ കയറി മരം വെട്ടുന്നവനാ. അതിൻ്റെ എൻഡിൽ നമ്മൾ ചോദിച്ചു ഇപ്പം എന്താ കാണുന്നത് വെച്ചപ്പോൾ പറഞ്ഞത് എന്താ അറിയോ? എൻ്റെ ബോഡിയെ ഞാൻ കാണണേന്ന്. അതായത് ആരോ മരം വെട്ടുന്ന സമയത്ത് ആ കോടാലി തെറ്റിക്കൊണ്ട് ഇവൻ മരിച്ചു. അവൻ്റെ ബോഡിയാണ് കിടക്കുന്നത്. അവന് ഞാൻ എൻ്റെ ബോഡി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെയും ചോദിക്കുമ്പോൾ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ച് പറഞ്ഞു, എന്നെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ആൾക്കാർ വരും. ഇങ്ങനെ ബ്രിയാൻ വേസ്റ്റിൻ്റെ ആ പുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പെരിമെൻറ്റിക്കോടെ ഞാൻ എടുത്ത് പഠിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി വന്നു എന്നെ, ഞാൻ പോവുക. പിന്നെ യാത്രയാണ്. ഈ യാത്ര അനന്തമായിട്ടുള്ള യാത്ര. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ കയറിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോണ പോലെ അല്ല, അനന്തമായിട്ടുള്ള യാത്ര. ഒന്നുമില്ല, ശൂന്യതയിൽ കൂടെയുള്ള യാത്രയാണ്. അതാണ് നമ്മൾ പറയുന്ന പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ്, ഒന്നുമില്ല അവിടെ. അതികൂടെയുള്ള യാത്ര. ഈ ആത്മാവിനൊന്നും കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ യാത്ര ചെയ്യാമെന്നറിയാം. മനസ്സിലായോ? അങ്ങനെ ചെന്ന് അവസാനിക്കുന്നത് എപ്പോഴാണെങ്കിൽ ഈ ഇവൻ്റെ കൂടെയുള്ള ആത്മാക്കളെല്ലാം ചേരുമ്പോൾ മാത്രമേ ഇവർ ഒന്നിക്കുള്ളൂ. അപ്പോഴേ ഇവർ തീരുമാനിക്കുകയുള്ളൂ. അതുവരയ്ക്കും ഇവൻ്റെ ജീവനം ഇവൻ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഇവൻ റീവൈൻഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചു, ഞാൻ എന്തൊക്കെ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഇവൻ അറിയുന്നുണ്ട് ആ സമയത്ത്. അപ്പോഴാണ് ഇവൻ്റെ മെമ്മറിയിൽ വരുന്നത്. അത് തന്നെയാണ് നമ്മൾ വിവരിച്ചിരിക്കുന്ന ഈ സ്വർഗവും നരകമൊക്കെ. ആ യാത്രയിൽ മാത്രമാണ് ഇതൊക്കെ. അത് കഴിഞ്ഞാൽ ഇവർ വീണ്ടും കൂട്ടം കൂടി പ്രപഞ്ചം കൂടെ ഇത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവർ തീരുമാനിക്കും അടുത്ത ജന്മം ഇത്, അടുത്ത സോൾ ഗ്രൂപ്പ് അങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ചറിയാം, ഈ ഗ്രൂപ്പിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സോൾമേറ്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു, അവർ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടും. കണ്ടുമുട്ടേ പറ്റൂ. ഞാൻ മുട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ പറയുന്നത് കണ്ടുമുട്ടും. മുട്ടാതിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, കാരണം ഫോർമാറ്റ് പലതായിരിക്കും. പ്രപഞ്ചത്തിന്റെ നീതി അതാണ്. നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളതല്ല. ഇപ്പം ഞാൻ ഈ ഹിപ്നോസിസിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ വേറെ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. അപ്പം ഞാൻ തന്നെ ഇവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ വേണുമേനോൻ എന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെ ബന്ധം? അവർ പറയും. ഒന്നുകിൽ ചിലർ പറയും ടീച്ചറായിരുന്നു പറയും, ചിലർ പറയും ഫാദറായിരുന്നു പറയും, അങ്ങനെ പല രീതിയിലുള്ളതും പറയും അവർ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം വരെ കൊണ്ടുപോകുമ്പോഴും ഇവർ ഇത് തന്നെ പറയുകയാണെങ്കിൽ അപ്പോൾ അത് അവരുടെ തോന്നലല്ലല്ലോ, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ്. എന്താണ് ആത്മാവ് എന്ന് പറയുന്നത്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് തന്നെയാണ് ആത്മാവ്. മനസ്സിലായില്ലേ? അതപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ തരും. അവർ കാണാതെ ഇരിക്കുന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ പോലും എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്.
അതായത് സൈക്കിക് ഇഫക്റ്റിൽ നമ്മൾ ചോദിച്ചാൽ പോലും ഉത്തരം തരും, തന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും കിട്ടണമെന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല കേട്ടോ, പക്ഷെ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റക്കുറച്ചിലുണ്ട് ഈ സൈക്കിക്കുകളിൽ. പല റേഞ്ചിലാണ് ഇവർ നിൽക്കുന്നത്. ചിലർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയും, ചിലർ വളരെ സ്ലോവിൽ പറയും, ചിലർ പറയില്ല. കാരണം അവർക്ക് കിട്ടില്ല. അത് എല്ലാം അവരറിയണമെന്നൊന്നുമില്ല, അറിയുന്നത് അവർ പറഞ്ഞാൽ. അതിൽ ഏറ്റവും ബിവൈൽഡറിംഗ് ആയിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ശരിയാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിലാണോ? ഇപ്പം മൊത്തത്തിൽ ഇത്രയും നാളുള്ളൊരു എന്താണ് ഹിപ്നോതെറാപ്പി നടത്തുന്നതിലുള്ള ഏറ്റവും വലിയ, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവിതങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി കൊടുത്തു. മനസ്സിലായോ? അതായത് വേറിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ്. വേറിട്ട് നിൽക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതെല്ലാം ഓരോ എക്സ്പീരിയൻസും എനിക്ക് വേറിട്ട് നിൽക്കുന്ന ഒന്നൊന്നായിട്ട് എനിക്കെടുത്ത് പറയാനില്ല. ഞാൻ ഇന്നൊരു സ്റ്റുഡൻറ്റാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ക്ലയൻറ്റ് എൻ്റെ മുമ്പിൽ വരുമ്പോഴും ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരെണ്ണത്തിനെ മാറ്റി നിർത്തി. ഇപ്പം നമുക്ക് 5 മക്കളുണ്ട്. ഈ 5 മക്കളിൽ ഏതിനാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. എല്ലാത്തിനും എനിക്ക് ഒരുപോലെ അല്ലേ. അല്ല, ഞാൻ കയ്യിൽ നിൽക്കാതെ പോയി നമ്മൾ വളരെയേറെ പരിഭ്രാന്തിയിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ നമ്മളെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. അതാണ് ചോദിച്ചത്, ഒരു എക്സ്പീരിയൻസ്. അത്ഭുതപ്പെടുത്തിയത് എന്നൊക്കെ പറയുകയാണെങ്കിൽ മിക്കവാറും ഇതെല്ലാം നോക്കൂ, ഇതെല്ലാം ഒരു അത്ഭുതം തന്നെയാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ മാസ്റ്റേഴ്സ് നമുക്കറിയാത്തൊരു വിഷയമായിരുന്നു. ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് മുഴുവൻ നമുക്ക് അത്ഭുതം മാത്രമാണ് തരുന്നത്. ഇതുപോലെയാണ് ഓരോ ഇതിലും ഞാൻ ചെല്ലുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, കിടപ്പ് മാത്രമായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം നടക്കുമ്പോൾ അതൊരു അത്ഭുതമല്ലേ എനിക്ക്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം അതായിരുന്നു, ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. മനസ്സിലായോ? അദ്ദേഹത്തിനെ നടത്താൻ പറ്റി വിത്ത് കോൺഫിഡൻസ്. പുള്ളി നടന്നു എന്നുള്ളത് വലിയൊരു ആത്മവിശ്വാസം എനിക്ക് തന്നു. എന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ ആൾക്കാർ വരുമ്പോൾ എനിക്കതിനെ എടുക്കാൻ പറ്റും, ധൈര്യത്തോടെ എടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് പറ്റും. എൻ്റെ യൂണിവേഴ്സൽ തെറാപ്പി കൂടെയോ, യൂണിവേഴ്സൽ എനർജി കൂടെയോ, അതല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയെ കൂടെയോ എനിക്കത് പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അതാണ് എൻ്റെ ഏറ്റവും വേറിട്ടൊരു അനുഭവം എന്ന് പറയാനെങ്കിൽ. അതല്ലെങ്കിൽ ബാക്കിയെല്ലാം എനിക്ക് വേറിട്ട അനുഭവങ്ങളാണ്. കാരണം ഒരു ക്ലയൻറ്റിൻ്റെ പോലെയല്ല അടുത്ത ക്ലയൻറ്റ്. 100% മാറ്റം ഉണ്ടാവും, എല്ലാത്തിലും മാറ്റങ്ങളാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഈ ബോധപ്രാതങ്ങൾ ഞാൻ എടുക്കാത്ത കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ എടുത്തിരുന്നു. അന്നൊക്കെ അത് പറഞ്ഞാൽ ഞാൻ ഇപ്പം തെറാപ്പിയിൽ മാത്രമാണ്. പിന്നെ ആവശ്യം വരികയാണെങ്കിൽ മാത്രം മേജർ റിഗ്രഷനോ പാസ്റ്റ് ലൈഫ് റിഗ്രഷനോ പോകും. അല്ലെങ്കിൽ സൈക്കിക് തെറാപ്പിയിൽ എനിക്ക് ഏജ് റിഗ്രഷനൊക്കെ ഈസി ആയിട്ട് നടക്കും. അവരുടെ പ്രോബ്ലം എവിടെയാണോ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്താൻ പറ്റും. അപ്പോൾ അതും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഏജ് റിഗ്രഷൻ്റെ വേണ്ടി സമയം മെനക്കെടുക്കേണ്ട കാര്യമില്ല. ഇതിന് 1 അവർ പരിപാടി അവസാനിപ്പിച്ച് അവർ പറഞ്ഞു വിടാം. ഇല്ല, തൃശ്ശൂരാണ് ബേസിക്കലി. പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ ഇതുപോലെ വല്ലപ്പോഴും വരുമ്പോൾ ക്ലയൻസ് വല്ലതും പെൻഡിങ് കിടപ്പുണ്ടാവും. ട്രിവാൻഡ്രത്ത് നിന്നുള്ളവർ, വരാൻ ബുദ്ധിമുട്ടുള്ളവർ. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയാൾക്ക് സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ ഹീ കാനോട്ട് വാക്ക് ടു മച്ച്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു 4-5 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അവർ ഞാൻ കൺസൾട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ ക്ലാസ് എടുക്കാനായിട്ട് വരും, സിൽവർ മെഡിറ്റേഷൻ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വരും. തൃശ്ശൂരാണ് എല്ലാ മാസവും ക്ലാസ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആത്മാവിൻ്റെ തലങ്ങൾ, മനസ്സിൻ്റെ തലങ്ങൾ, അതാണ് കൂടുതലും ഹിപ്നോതെറാപ്പിയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് കോൺഫിഡൻസ് ആണ് ഉണ്ടാകേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ വീണ്ടും അത് റിഫ്ലക്ട് ചെയ്ത് വരുന്നു, അതിൻ്റെ എക്കോസ് വരുന്നു. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും കർമ്മങ്ങളെ കൂടുതലായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും പരിചരിക്കാനും ഒക്കെ ഉള്ളൊരു മാനസികാവസ്ഥ നമ്മളിൽ സംജാതമാകും. അതിനാണ് ഇത്തരം ക്ലാസ്സുകൾ യഥാർത്ഥത്തിൽ നമ്മളെ വളരെയേറെ സഹായിക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടി, ഒരു പ്രൊഫഷന് വേണ്ടി മാത്രമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മുഴുവൻ അതിന് വേണ്ടി മാത്രമാണ്. എന്നാൽ എല്ലാവരും ജോലി കിട്ടുന്നുണ്ടോ, പ്രൊഫഷൻസ് ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പലരും പല വഴിയിൽ പലയിടത്തോട്ടും പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട അറിവുകൾ, ഇങ്ങനെയുള്ള അറിവുകളാണ് യഥാർത്ഥത്തിൽ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കിയാൽ ഷെല്ലി പറഞ്ഞതുപോലെ വി ആർ ബോൺ ഫ്രീ ബട്ട് എവരിവെയർ വി ആർ ഇൻ ചെയിൻസ് എന്നാണ്. എല്ലാവരും നമ്മൾ ബന്ധനസ്ഥരാണ്. അപ്പോൾ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടി ഏറ്റവും പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ജ്ഞാനങ്ങൾ അന്വേഷിക്കേണ്ടത്, അങ്ങനെയുള്ള അറിവുകളിലേക്ക് നമ്മൾ പോയെത്തേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മളവിടെ പരിചയപ്പെട്ടത്. എന്തായാലും അങ്ങയുടെ പുതിയതല്ല, അങ്ങയുടെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
അപ്പോൾ ഇത്രയും സമയം നമ്മുടെ ചാനലുമായിട്ട് വിവരങ്ങൾ പങ്കുവിട്ടതിൽ വളരെ സന്തോഷം. നന്ദി സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്.